ഹായ് ഫ്രണ്ട്സ്, മിനീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പിയെ ഒരു അടിപൊളി മട്ടൺ സ്റ്റൂ വിത്ത് ക്രഷ്ഡ് പെപ്പർ. ഇന്ന് പെപ്പറിൽ മാത്രമാ, അത് എരിക്ക് വേണ്ടി ജിഞ്ചറിന്റെ ക്രഷ്ഡ് പെപ്പറിന്റെ എരിവ് മാത്രമേ ഉള്ളൂ. ഗ്രീൻ ചില്ലി ഒന്നും ചേർക്കുന്നില്ല. ഒരു വെറൈറ്റി ടേസ്റ്റില്ല. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോയേക്കാം. ആയോ? നമ്മുടെ മട്ടൺ സ്റ്റൂ തയ്യാറാക്കാൻ വേണ്ടി 1/2 കിലോ മട്ടൺ, എല്ലോട് കൂടിയ മട്ടനാണ്, നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ട് ഓരോ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാൻ ഉപ്പ് എപ്പോഴും ആദ്യം കുറച്ചേ ചേർക്കത്തുള്ളൂ. നമ്മൾ ഒരു 1/4 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തത്. അതുപോലെ തന്നെ സ്റ്റൂവിന് എപ്പോഴും ഒരുപാട് കളറൊന്നുമില്ല. എന്നാലും മട്ടൻ ആയതുകൊണ്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണാണ്. 1/2 കിലോ മട്ടനേ ഉള്ളല്ലോ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കൊരു 4 വിസിൽ, നല്ലവണ്ണം സ്റ്റൂവിന് മട്ടൻ നല്ലവണ്ണം വേകണം. 4 വിസിൽ അടിക്കാൻ വേണ്ടി വെക്കാം. മട്ടൻ പെപ്പർ സ്റ്റൂവിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഈ എടുത്ത് വെച്ചേക്കുന്നത്. വഴറ്റാൻ വേണ്ടി 2 ചെറിയ സവോള, അതെ ഞാനത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 10 അല്ലി വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ 1.5 ടേബിൾ സ്പൂണ് പെപ്പർ, കുരുമുളകും 1 ടേബിൾ സ്പൂണ് പെരിഞ്ചീരകവും കൂടെ ഞാനൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയെടുത്ത് ഞാനൊന്ന് പാനിനകത്തിട്ട്, എന്നിട്ട് അത് വീഡിയോ വലുതായി പോകുന്നതുകൊണ്ടാണ് അതൊന്നും കാണിക്കാഞ്ഞ്, എന്നിട്ട് അത് ഞാൻ കല്ലിൽ ചതച്ചെടുത്ത് വെച്ചേക്കുവാണ്. അതുപോലെ 10 ചെറിയ ഉള്ളിയുടെ സ്റ്റൂവിന് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതെ, ഇതിനകത്ത് ഞാൻ പച്ചമുളക് ചേർക്കുന്നില്ല. അതിന് പകരമാണ് പെപ്പറിലാണ്, മട്ടൻ പെപ്പർ സ്റ്റൂ ആണ്. അപ്പം കുരുമുളകാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അപ്പം 2 ചെറിയ തക്കാളി, നല്ല പഴുത്ത തക്കാളിയാണ്, അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയും തയ്യാറാക്കാം. മട്ടൻ വെന്ത് ഞാൻ കുക്കറിനകത്ത് 4 വിസിലടിച്ച് നല്ലവണ്ണം വെന്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് തുടങ്ങാം. ഞാൻ വെച്ച് ചൂടായപ്പം 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയിലാണ് ഇത് തയ്യാറാക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായപ്പം ഇതിലേക്ക് നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് അതൊന്ന് പച്ചമണം മാറുമ്പോൾ നമുക്ക് സവോള ഇട്ട് വഴറ്റി കൊടുക്കാം. ആ സവോള ഒന്ന് ഹാഫ് വേ വഴന്ന് വന്നപ്പം അതിലേക്ക് ഞാൻ ചതച്ച് വെച്ചിരുന്ന ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുത്തേ. അതിൻ്റെ കൂടെ മട്ടന് നമ്മൾ കുറച്ച് ഉപ്പിട്ടാണ് കുക്ക് ചെയ്തത്, പക്ഷെ 1/2 ടീസ്പൂണാണ് ഉപ്പും കൂടെ ഈ ഉള്ളിയിലേക്കും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതപ്പോൾ എളുപ്പം വഴന്ന് കിട്ടും. സവോളയും ചെറിയുള്ളിയും എല്ലാം നല്ലവണ്ണം ഒന്ന് വഴന്ന് വന്നപ്പം ഇതിലേക്ക് 2 വലിയ ഉരുളക്കിഴങ്ങും അതുപോലെ 2 ചെറിയ ക്യാരറ്റും കൂടെ ഒന്ന് സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് വാഷ് ചെയ്ത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടെ ഒന്ന് ചെറുതായിട്ട് ഇതിനകത്ത് കിടന്നൊന്ന് കുക്കാകട്ടെ. ഇതൊന്ന് അടച്ചു കൊടുക്കാം. നമുക്ക് 2 മിനിറ്റ് നമ്മൾ ഇതൊന്ന് അടച്ചു വെച്ച് ഈ ക്യാരറ്റും ഉരുളക്കിഴങ്ങും എല്ലാം കൂടെ ഒന്ന് കുക്കാകാൻ വേണ്ടി വെച്ചു. ഇനി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇനിയുമാണ് നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ ഒരു 2-3 ഏലക്കായും കറുവാപ്പട്ടയും ഗ്രാമ്പും അതുപോലെ ചെറിയ 2 ബേ ലീഫും എല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് നമുക്ക് ആദ്യം എണ്ണ ചൂടാക്കി ഇഞ്ചിയും വെളുത്തുള്ളി ഇടുന്നതിൻ്റെ മുമ്പേ വേണമെങ്കിലും ചേർക്കാം. ഞാൻ അങ്ങനെയും ചേർക്കാറുണ്ട്. ഇതിപ്പം ഇതിങ്ങനാണ് ചേർത്ത് കൊടുത്തത്. ഇനിയും ഇതിനകത്തേക്ക് നമ്മൾ ഇനി വെന്തിരിക്കുന്ന മട്ടൺ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് ആ മട്ടനിലുള്ള ഗ്രേവി എല്ലാം കൂടെ ഉൾപ്പെടെ അങ്ങ് ചേർത്ത് കൊടുക്കാമേ. ഇതിനകത്തേക്ക് നമുക്ക് 1 കപ്പ് 2-ാം പാല്, അത് നിങ്ങളുടെ ഗ്രേവിക്ക് ആവശ്യമനുസരിച്ച് നമുക്ക് 2-ാം പാല് ചേർത്തെടുക്കാം. എത്രയും ഗ്രേവി വേണമെന്നനുസരിച്ച് വേണം 2-ാം പാലിൻ്റെ അളവൊക്കെ തീരുമാനിക്കാൻ. ഇതിപ്പോൾ ഇനി ഈ പൊട്ടറ്റോയും ക്യാരറ്റും എല്ലാം കൂടെ ഇതിൽ കിടന്നൊന്ന് വേകട്ടെ. ഇപ്പം തീയെ മീഡിയം ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് അടച്ചു കൊടുക്കാം. ഇപ്പം നമ്മളുടെ മട്ടനും അതുപോലെ പൊട്ടറ്റോയും ക്യാരറ്റും ഒക്കെ ഒരു 1/4 വേവായിട്ടുണ്ട്. ഇപ്പോഴാണ് ഇതിനകത്തേക്ക് തക്കാളി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി ഒരുപാട് അങ്ങ് വെന്ത് പോകണ്ട, എന്നാലും ഒന്ന്. ഇനിയും നമുക്ക് 1-ാം പാല് ചേർക്കാനുണ്ട്. അതുപോലെ തന്നെ കുറച്ച് നമ്മൾ കാഷ്യൂനട്ട് ഒന്ന് അരച്ച് വെച്ചിട്ടുണ്ട്. അത് ഒരുപാടില്ല, കുറച്ച് ഒരു 5-8 കാഷ്യൂനട്ട് ഒന്ന് അരച്ച് വെച്ചിട്ടുണ്ട്.
ഇനി കുറച്ചുകൂടെ ഒന്ന് വേകാനുണ്ട് പൊട്ടറ്റോ. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ അടപ്പടച്ച് കൊടുക്കാം. ഇപ്പം വേണം നമുക്ക് ഉപ്പൊക്കെ ഒന്ന് പാകപ്പെടുത്താം. നല്ല മണമാണ് ഈ കിച്ചൺ ഫുള്ള്. നല്ല അടിപൊളിയായിട്ടെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോഴാണ് നമ്മൾ ആ പെരിഞ്ചീരകവും കുരുമുളകും എല്ലാം കൂടെ ക്രഷ് ചെയ്തിട്ടേക്കുന്നത്. ഇതിൻ്റെ മണം പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ലാസ്റ്റ് വരെ വെയിറ്റ് ചെയ്തത്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് നമ്മൾ ഗരം മസാലയൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് ഉടയാതെ ഒത്തിരി പൊട്ടറ്റോ ഉടഞ്ഞു പോകണ്ട. ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി നമുക്ക് കാഷ്യൂനട്ട് ചേർക്കാം. നമുക്ക് കാഷ്യൂനട്ട് അരച്ചത് ചേർത്ത് കൊടുക്കണം. ഇനി എല്ലാം ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്. എല്ലാം നല്ല പരുവത്തിനുണ്ട്. ഇനി നമുക്ക് 1-ാം പാല് ചേർത്ത് കൊടുക്കാം. 1-ാം പാലിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് എത്രമാത്രം ഗ്രേവി വേണമെന്നുള്ളതനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ. 1-ാം പാല് ചേർത്ത് കഴിഞ്ഞ് ഒരുപാട് ഇട്ട് തിളപ്പിക്കല്ലേ, ഒരു ചെറിയ തിള വന്നാൽ മതി. ഇപ്പം തീ ഫുൾ ഫ്ലെയിമിലിട്ടേക്കുവാണ്. മീഡിയം ഫ്ലെയിമിലിരുന്നാണ് കുക്കായത്. ഇപ്പം ഫുൾ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ട് തിള വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. കുറച്ച് ഇപ്പം കറിവേപ്പില ഉണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കണം. എൻ്റെ അടുത്ത് കറി ലീഫ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ഫ്രഷ് കൊറിയാണ്ടർ ലീഫാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ തിള വന്ന് തീ ഓഫ് ചെയ്യുവാണ്. ഫൈനൽ ഗാർണിഷിങ്ങിന് വേണ്ടി കുറച്ച്. അപ്പം ഇന്നത്തെ ടേസ്റ്റ് സൈഡ് എൻ്റെ തന്നെയാണ്. അപ്പോൾ ഇന്ന് മട്ടൺ സ്റ്റൂവിൻ്റെ കൂടെ ഞാൻ കഴിക്കുന്നത് പൈനാപ്പിൾ ഫ്രൈഡ് റൈസ്. സാധാ ഫ്രൈഡ് റൈസ് തന്നെ അതിൻ്റെ കൂടെ കുറെ കൂടുതൽ പൈനാപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടു. പൈനാപ്പിളിൻ്റെ എസൻസും ചേർത്തു. അപ്പം നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ട്. ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ആദ്യം മട്ടൺ തന്നെ എടുത്ത് ടേസ്റ്റ് ചെയ്ത്. അടിപൊളി ടേസ്റ്റ്, ഒരു രക്ഷയില്ല. ആ കുരുമുളകിനൊക്കെ കൂടുതൽ ചേർത്തോണ്ട് അതിൻ്റെ ആ ഫ്ലേവർ നല്ല. ഇനി ആ റൈസും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കഴിക്കട്ടെ. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി കോംബോ ആണ്. ഇപ്പൊ ഈ പൈനാപ്പിൾ ഫ്രൈഡ് റൈസിന്റെ റെസിപ്പി ഞാൻ പിന്നെ ഒരു സമയത്ത് അപ്ലോഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഈ മട്ടൺ സ്റ്റൂവിന്റെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് ഉടനെ കാണുന്നതായിരിക്കും. അതുവരേക്കും സ്റ്റേ സേഫ്. താങ്ക് യു. ബൈ നൗ. ബൈ.